പോവല്ലേ? എപ്പോ എത്തുവോ? എത്ര മണിക്കൂറുണ്ട്? 2.5-3 മണിക്കൂറുണ്ട്. അപ്പൊ ഗൈസ്, അപ്പൊ ഇന്ന് ഞങ്ങള് നേരെ കണ്ണൂരോടെ ശ്രീകണ്ഠാപുരം ഇരിക്കൂർ എത്തണം. കൊറേ ദൂരം പോകാനുണ്ട്. പിള്ളേരെ സ്കൂളിലേക്ക് പറഞ്ഞാണ്ട് ഞങ്ങള് പോവാട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മളെ യാത്ര കണ്ണൂർ ശ്രീകണ്ഠാപുരം ഇരിക്കൂറിലേക്കാണ് അല്ലേ? ഞങ്ങൾ രാവിലെ ഇപ്പോൾ 9:15 ഇനിയിപ്പോൾ ഒരു 2-2.5 മണിക്കൂർ വേണം അവിടെ എത്താൻ. 12:15 ആകുമ്പോഴത്തേനും അവിടെ എത്തും. പിന്നെ അവിടെ ഒരു 1.5 മണിക്കൂർ വീഡിയോ എടുത്തിട്ട് നേരെ തിരിച്ചു പോരണം. സാഹസികമായ യാത്ര. 5 മണിയാകുമ്പോഴത്തേനും തിരിച്ചെത്തുവോ? എത്തുമായിരിക്കൂലേ? അപ്പൊ നമ്മളെ ചെറുക്കൻ ഇടി മഴ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണ് ഉണ്ടെങ്കിൽ അപ്പൊ നമ്മളെ ചെക്കന്താണ് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ നിൽക്കാം കേട്ടോ. പോവാം നമുക്ക്. സമയം ഇപ്പോൾ 9:15 ഇരിക്കുന്നു. നമ്മൾക്ക് പോകാൻ സമയമായി. എന്റെ ടർക്കിയുടെ അലക്കിയോ? ഇടണം. അപ്പം നമ്മളെ പുതിയ ചാനലാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അല്ലേ? നമ്മളിങ്ങനെ പോണ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട് അല്ലേ? ഓരോ സ്ഥലത്തിൻ്റെ എന്താ പറയുക, കണ്ണൂർ കാസർഗോഡ് ഏരിയയിൽ നമ്മളിങ്ങനെ അതേപോലെ വീഡിയോകൾ എടുക്കാൻ പോകുന്നുണ്ട്, സ്ഥലക്കച്ചവടത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ കുറച്ച് പോണ റൂട്ടും കാര്യങ്ങളും സ്ഥലങ്ങളൊക്കെ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സ്വർഗ ട്രാവൽ വ്ളോഗ്സ് എന്നാണ് നമ്മളെ പുതിയ ചാനലിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യല്ലേ? എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങളേതിലൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമുക്ക് പരസ്യമൊക്കെ ചെയ്ത് തരാം അല്ലേ? ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനും നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്വർഗ റിയൽ എസ്റ്റേറ്റ് കാരണം നമുക്ക് നമ്മളതായുള്ള സ്വന്തം ചാനലുണ്ട്. ഏകദേശം 1,00,000 മേലെ സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനലുണ്ട്. മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് പിന്നെ എന്താണ് പറഞ്ഞുകൊടുത്ത മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് സ്വർഗ റിയൽ എസ്റ്റേറ്റ് വ്ളോഗാണ്. വീട് സ്ഥലങ്ങളൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ അത് പരസ്യം ചെയ്ത് കൊടുക്കലാണ് കേട്ടോ നമ്മൾ മെയിനായിട്ടുള്ള പരിപാടി പറഞ്ഞാൽ. അപ്പോൾ ആരുടെയിലൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തോളിട്ടോ. അല്ല, അപ്പോൾ ആരുടെയിലൊക്കെ സ്ഥലങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചോളിട്ടോ. അപ്പം നമുക്ക് പോണ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം, വഴിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ മെയിൻ റോഡിലോട്ട് കയറി കാഞ്ഞങ്ങാട് പാണത്തൂർ ഇന്റർസ്റ്റേറ്റ് ഹൈവേയിലോട്ടാണ് കയറി നമ്മൾ. അപ്പം ഇങ്ങനെ പോവാണ്. നമുക്ക് പിന്നെ മാവുങ്കാല എത്തിയിട്ട് അവിടുന്ന് നീലേശ്വരം ഭാഗത്തേക്ക് തിരിയണം. അങ്ങനെ തന്നെ അപ്പം ഇനി പോട്ടെ നമുക്ക്. അങ്ങനെ നമ്മൾ മാവുങ്കാല എത്തിയിട്ടോ. വീട്ടിൽ നിന്ന് ഇങ്ങനെ പോന്ന് ഇപ്പം മാവുങ്കാല എത്തി. ബസ്സൊക്കെ ഇഷ്ടം പോലെ പോണത് എങ്ങോട്ടാണ്? കാലിച്ചാനടുക്കം. പിന്നെ നമ്മളെ സ്ഥിരം ഷോപ്പ് ടീ ടോക്സ്, നമ്മളെ സ്ഥിരം കടയാണ് കേട്ടോ. രാവിലെ തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ്. സ്കൂൾ കുട്ടികളതും ജോലിക്ക് പോണവരതും ഒക്കെ ആയിട്ട് അല്ലേ? ഫുള്ള് തിരക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് NH ആണ് കാണുന്നത്, നാഷണൽ ഹൈവേ. NH 66 കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 20 മിനിറ്റ് മതി, 15 മിനിറ്റ് 20 മിനിറ്റ് മതി കേട്ടോ അങ്ങോട്ട് NH 66 എത്താൻ. അത്ര അടുത്താണ് നമ്മള്. ആ മേലത്തെ സാധനം കണ്ടോ? അത് ടെന്റ്. അതിന്റെ അല്ലേ? അതിങ്ങനെ പൊന്തിങ്ങനെ നിൽക്കും. അത്രേ ഉള്ളൂ. മേലെ കയറി കിടക്കാം. അങ്ങനെ സെറ്റപ്പ് ഉണ്ടാക്കിയാൽ നമുക്ക് ഇതിൽ ആക്കണം. കൊറേ വണ്ടിക്ക് ഉണ്ട് അങ്ങനെ. അപ്പൊ ഇനി നമുക്ക് ഹൈവേക്ക് കേറിയിട്ട് കാണട്ടോ. അങ്ങനെ നമ്മള് NH കേറി ഇങ്ങനെ പോകാണ് കേട്ടോ. എന്താ സുഖം എന്നറിയോ? ഇനി പെട്ടെന്ന് എത്തട്ടെ നമ്മള്. അങ്ങ് തളിപ്പറമ്പൊക്കെ കഴിഞ്ഞ് പോകണ്ട നമുക്ക് അല്ലേ? തളിപ്പറമ്പ് കഴിഞ്ഞ് ശ്രീകണ്ഠാപുരം ഇരിക്കൂർ എത്തണ്ടായിരുന്നു. ശ്രീകണ്ഠാപുരത്ത് എത്തിയാൽ മതി എന്നാ പറഞ്ഞത്. അതിന്റെ അടുത്തെങ്ങാണ്ട അല്ലേ? അപ്പൊ അങ്ങനെ പോവാണ്. വീടുകളൊക്കെ രാവിലെ നല്ലൊരു മഞ്ഞുള്ളൊരു കാലാവസ്ഥ അല്ലേ? വെയിലൊക്കെ ഉച്ച വരുന്നേ ഉള്ളൂ. അടിപൊളി റോഡായില്ല? റോഡിന്റെ വർക്ക് ഇങ്ങനെ അവിടെ നടക്കണൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ക്രെയിനും കാര്യങ്ങളൊക്കെ കണ്ടില്ല അവിടെ. നമ്മളിപ്പം എവിടെ എത്തി? അങ്ങനെ നമ്മള് പയ്യന്നൂർ എത്തി. ഇപ്പം പയ്യന്നൂർ ടൗണിലോട്ട് ഇതാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലത്തിന്റെ പേരെന്താ അറിയാം? നമുക്ക് കൊത്തായിമുക്ക്. ഇവിടുന്ന് നേരെ ഇടത്തോട്ട് തിരിയാണെങ്കിൽ നമ്മൾ ചീമേനി വഴി
ടൗണിൽ കൂടെ അങ്ങനെ പോവുകയാണ് ഇപ്പൊ ട്ടോ. വണ്ടി നീങ്ങണില്ല, മുന്നിൽ ലോഡും വണ്ടി ഉണ്ട്, ഇതിന്റെ മുന്നിൽ വേറെ ഉണ്ട്. അപ്പൊ പതുക്കെ മുന്നിക്ക് എത്താനാവുള്ളൂ. ആ വണ്ടിക്ക് അതെന്താ ക്യാനിലല്ല, ഡീസലാണോ അതോ മറ്റേ വെള്ളമാണോ? ഡീസലായിരിക്കും. രാവിലെ തന്നെ നല്ല തിരക്കാണ്. ഒക്കെ ജോലിക്ക് പോണോലും മറ്റൊക്കെ ഉണ്ടാവൂലേ? ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇതാണ് ഇപ്പൊ നമ്മളെ പയ്യന്നൂർ ടൗണിൽ കൂടെ ഉള്ള യാത്ര. ടാങ്കറൊക്കെ വരുന്നുണ്ട്, രണ്ടെണ്ണം ഒപ്പം. പയ്യന്നൂര് നമ്മള് ഇവിടെ സ്റ്റുഡിയോയിൽ പോയിട്ട് കുറേ ആയില്ലേ? അപ്പൊ സ്റ്റുഡിയോയിൽ നല്ല നല്ല ഡ്രസ് ഉണ്ട്. വണ്ടി നിറഞ്ഞു പോവുകയാണ്. നിറയെ ഉണ്ട്. ഇവിടെ ഫുള്ള് കാണലില്ലേ, മരങ്ങളൊക്കെ ആയിട്ട്. ഇത് കണ്ടോ നമ്മളെ സ്റ്റുഡിയോ? നല്ല അടിപൊളി ഷോപ്പാണ് കേട്ടോ. നല്ല നല്ല മോഡൽ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ഇതാണ് ഇപ്പൊ നമ്മളെ പയ്യന്നൂര് ടൗണ്. പഴയങ്ങാടിയിലോട്ടാണല്ലോ ബസ്. ഡ്രൈവിംഗ് ഞമ്മക്കിനി പിലാത്തറ എത്തണം. പിലാത്തറ കഴിഞ്ഞ് തളിപ്പറമ്പെത്തി. തളിപ്പറമ്പിന്ന് നേരെ ശ്രീകണ്ഠാപുരം. അങ്ങനെ നമ്മള് ഇതാക്കണ് പോന്ന് അങ്ങനെ പരിയാരം മെഡിക്കൽ കോളേജിന്റെ അവിടെ എത്തിട്ടോ അല്ലേ? അങ്ങ് കാണാം നമുക്ക് പരിയാരം മെഡിക്കൽ കോളേജിന്റെ കുറച്ച് ഭാഗം ഇങ്ങനെ കാണുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോ തന്നെ. റോഡ് പണി നല്ല തകൃതിയായിട്ട് നടക്കണ്ടല്ലേ? എല്ലായിടത്തും വർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ഭാഗമൊക്കെ ഫുൾ ഓപ്പൺ ആണ്. അപ്പൊ നല്ല വെയിൽ വന്നിട്ടോ. നമ്മളങ്ങോട്ട് എത്തുമ്പോഴേക്ക് പെരും വെയിലായിരിക്കും 12:30 ആവുമ്പത്തേന് അല്ലേ? 12:30 വരുമ്പേല സഹിക്കാൻ പറ്റില്ല. പൊള്ളും വെയിലിങ്ങനെ വന്ന് മുഖത്തേക്ക് തന്നെ ആയിരിക്കും നമ്മള് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴൊക്കെ വെയിൽ കേട്ടോ. പൊള്ളും സ്കിന്നൊക്കെ. നല്ല ചൂടുമാണ്. ആണ്ട് ആ കാണുന്നത് പരിയാരം മെഡിക്കൽ കോളേജാണ് കേട്ടോ. ആ ബിൽഡിങ് കാണുന്നത്. അപ്പൊ അങ്ങനെ റോഡിന്റെ സൈഡിൽ കൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചു പറഞ്ഞാൽ പഴയ എന്താണ് അത് ചിലപ്പോ മഴക്കെല്ലാം റോഡ് പണി നടന്ന ടൈമിലൊക്കെ മണ്ണിൽ വെള്ളം ഇറങ്ങിയതൊക്കെ ചിലപ്പോ അതായിരിക്കും എന്നാണ് തോന്നുന്നത്. നമ്മളെ ഒരു നിഗമനം അല്ലേ? ആ വണ്ടിക്കകത്ത് എന്തോ മെഷീൻസ് എന്തൊക്കെയോ ആണല്ലോ ലോഡ്. അതോ അല്ല, വെള്ളം കുപ്പിയാ അല്ലേ? ക്യാനോ ഗ്യാസ് എന്തോ ആണ്. അതാണ് പരിയാരം മെഡിക്കൽ കോളേജ് കേട്ടോ. നമ്മള് നമുക്ക് വണ്ടി നിർത്തിയിട്ട് ശ്രീകണ്ഠാപുരം ബസ്സിനോട് കയറി പോണം. നമുക്ക് നിർത്തി പോകുമ്പോഴത്തേന് എത്ര ടൈം എടുക്കും നമ്മൾക്ക് അല്ലേ? ശരിക്ക് ബസ്സിനോ ട്രെയിൻ, നമുക്ക് ട്രെയിനിന് പോകാന്ന് ശരിക്കും എളുപ്പം. കണ്ണൂർക്ക് അങ്ങോട്ടെത്തണ്ട അല്ലേ? പേരൊക്കെ ശ്രീകണ്ഠാപുരത്തിന് ട്രെയിനിന് അല്ല, ഞാൻ
അല്ലേ? കണ്ടോക്കെ ആ ബസ് പോണത് റോങ് സൈഡിൽ കൂടെ അല്ല പോലെ കേറി പോണത്. നല്ല സ്റ്റൈൽ ഉണ്ടല്ലേ ഈ ഒരു പാലം. അപ്പുറത്ത് പുതിയ പാലത്തിന്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ. ബ്രിട്ടീഷുകാർ പണിത പാലല്ലത്. ഇപ്പോഴും കംപ്ലൈന്റ് ഒന്നും ഇല്ലല്ലേ? കംപ്ലൈന്റ് അവിടെ കംപ്ലൈന്റ് ഇനിയും പോകും കുറെ കാലം. പുതിയ റോഡ് വരുമ്പോ പുതിയ റോഡും പക്ഷെ തുരുമ്പന്നെ കേറിയിട്ടുണ്ടാവില്ല. നമ്മള് നാളെ കർണാടക പോയപ്പോ കണ്ടില്ലേ അല്ലേ? അന്നൊക്കെ നല്ല ഇരുമ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ലാഭങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ. അതിന്റെ ഇത് കഴിഞ്ഞോ? ഇപ്പൊ അധികം ആളൊന്നും ഇല്ലല്ലോ അവിടെ അല്ലേ? തിരക്ക് കുറഞ്ഞുണ്ട് അവിടെ. അങ്ങനെ നമ്മള് ഇതില് പോണം നമുക്കല്ലേ? ശ്രീകണ്ഠാപുരത്തിന് ഒരു 19 കിലോമീറ്റർ ഓടി. 19 കിലോമീറ്റർ ശ്രീകണ്ഠാപുരത്തിന്. ആണോ? മാപ്പിലും കറക്റ്റ് പറഞ്ഞു. എവിടെ ഒരു ഇഞ്ച് ചെക്കിന് ദാഹിക്കുന്നു. ഇപ്പൊ ഇന്ന് നമ്മള് ചായ വാങ്ങിക്കൊടുത്തില്ലേ? കൊടുത്തിട്ടില്ല. അതന്നെ ഫ്യൂവല് കുറവാണ് അറിയണ്ട്. ചായയും വെള്ളം കൊടുക്കണം. ചായയും വെള്ളം നമ്മളെ ചെങ്ങായിക്കാണ് കൂടുതൽ വേണ്ടി, അമ്മക്കല്ല. നമ്മള് ഇപ്പൊ എവിടെ സ്ഥലം? കുറുമാത്തൂർ അതല്ലേ? ഇവിടെ നമ്മള് കൊറേ വട്ടം വന്നിട്ടല്ലോ. കുറുമാത്തൂർ ടൗണ്. ഞാൻ പേര് നോക്കി, സ്ഥലപ്പേര് അതറിയില്ലേ എവിടെയാന്ന് പിടുത്തം കിട്ടണില്ലേന്ന്. അവിടെ ആ വീടിന്റെ ഗേറ്റ് നല്ല രസമുണ്ട് അവിടെ അല്ലേ? അങ്ങനെ ഇനിയിപ്പോ ഏതാനും മിനിറ്റുകൾക്കകം നമ്മള് ശ്രീകണ്ഠാപുരത്തിന് എത്തുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മള് ശ്രീകണ്ഠാപുരം ടൗണിക്ക് എത്തിട്ടോ. വലിയ ടൗൺ അല്ലേ? അത്യാവശ്യം വലിയ ടൗൺ. അങ്ങനെ ട്രാഫിക്കിലാണ് നമ്മൾ നേരെ വന്നെത്തിയത്. നമ്മൾ കുറേ നേരമായിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. 9 മണിക്ക് ഇറങ്ങിയത്. ഇപ്പൊ 11:15 സമയം. ഇപ്പൊ ഒരു 3 കിലോമീറ്റർ മാറിയിട്ട് ഇവിടെ എവിടെയോ ആണ്. അപ്പൊ നമുക്ക് ഇനി ആ ഒരു സ്ഥലത്തിന്റെ വീഡിയോ എടുക്കണം, പിന്നെ തിരിച്ചു പോകണം. വൈകുന്നേരം ആകുമ്പോഴത്തേന് ഒരു 4:30 ആകുമ്പോഴത്തേന് എത്തണം വീട്ടിലേക്ക്. 4:45 ആകുമ്പോഴത്തേനും അവർ വരൂലേ? ഇരുട്ടി വരെ പോയി തിരിച്ചു വരാനുള്ള ഗ്യാപ്പ് ഉണ്ടല്ലേ? ഒരു അതുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് പോകാനുള്ള ഗ്യാപ്പ് ഇല്ല കേട്ടോ ഒരു ദിവസം. പിന്നെ ശനിയാഴ്ച ഞായറാഴ്ച. ശനി ഞായറും പോലും നമ്മളൊപ്പം ഉണ്ടാവും. മറ്റേത് ഒറ്റയ്ക്കല്ലേ, അവിടെ ആരും ഇല്ലല്ലോ. നമ്മള് എത്തിയിട്ടില്ലെങ്കിൽ ആരും നോക്കാനോ പിടിക്കാനൊന്നും ആരുമില്ല. ടെൻഷനാകും. സ്ഥലങ്ങള് ഇവിടെ എവിടെയെങ്കിലും വിൽക്കാനുണ്ടെങ്കിലോ പരസ്യമൊക്കെ ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്തോളി. ഞങ്ങളുടെ നമ്പറൊക്കെ വീഡിയോക്ക് അത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലുള്ള വീഡിയോകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ണൂരും കാസർഗോഡ് ജില്ലയിൽ കൂടെ ഞങ്ങളിങ്ങനെ മുക്കിലും മൂലയിലൊക്കെ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണണമെന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്ത് നോക്കാം അല്ലേ? പിന്നെ ഈ ശ്രീകണ്ഠാപുരം ഭാഗത്ത് ഇവിടെ ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലൊക്കെ നിങ്ങളെ വീടോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അതിനൊക്കെ വിളിച്ചോളി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എന്നാല് വൈൻഡപ്പ് ചെയ്യാം. അപ്പം നമുക്ക് അടുത്ത നല്ലൊരു